ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ദാറുന്നജാത്ത് അറബിക് കോളേജിനെ പറ്റി വന്ന വിവാദങ്ങൾ. അത് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് ചില ആളുകൾ അതിനെ ചിത്രീകരിക്കുക ചെയ്യുന്നത്. ദാറുന്നജാത്ത് എന്ന് പറയുന്ന മഹാന്മാരായ KT മുസ്ലിയാർ അടക്കമുള്ള മഹാപണ്ഡിതന്മാരും അന്നത്തെ തലമുതിർന്ന സാദാത്യങ്ങളും ഉലമാക്കളും ഉമറാക്കളും കൂടി ഉണ്ടാക്കിയ സ്ഥാപനം. ആ സ്ഥാപനത്തിനെ ചുറ്റിപ്പറ്റി ഓരോ വിവാദങ്ങൾ. ഇപ്പോൾ ഒരു ഹുസ്സൻ മാസ്റ്റർ പറഞ്ഞ ഒരാൾ ഹമീദ് വൈസി അമ്പലക്കടവിനെ ഒരു കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനം ഇവിടെ വന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ വിഷയങ്ങൾ എന്തിനാണ് ഈ യൂട്യൂബിലൂടെ വിടുന്നത്? അവിടുത്തെ ആ നാട്ടിലെ കാര്യങ്ങൾ ലോകം മുഴുവനും അറിയിച്ചിട്ട് എന്ത് തേങ്ങ അവർക്ക് കിട്ടുന്നത്? ഒരു കാര്യങ്ങൾ ഊതി ഉറപ്പിച്ച് യൂട്യൂബ് പറയുന്ന ചാനൽ ഒരു സംഘടനൻ്റെ ആളുകളോ ആളുകളോ അല്ല, ഒരു വിഭാഗമോ അല്ല കാണാൻ. ലോകത്തുള്ള നാനാജാതികളും നാനാ വിഭാഗങ്ങളും കാണുന്ന ഒരു സംഗതികൾ ഇതൊക്കെ ഊതി വർത്തിട്ട് നിങ്ങളുടെ മഹല്ലിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തീർക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ ലോകത്ത് നാട്ടുകാർ ഇവിടെയുള്ള ഈ അന്യമതസ്ഥരും മറ്റുള്ളവരും തീർക്കാൻ വരുമോ? നിങ്ങളിങ്ങനെ വെറുതെ യൂട്യൂബിലിട്ട് അലക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു മതത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ, അതിനാണ് മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞത്. നിങ്ങളെ മഹല്ലിലൊന്നും ത്രാണിത്തുള്ള ആൾക്കാരില്ല, അതൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റിയ? മഹല്ല് സംവിധാനം ഇവിടെ ഉണ്ടായത് എന്തിനാ? മഹല്ല് സംവിധാനം എന്ന് പറയുന്നത് കോടതിയായിരുന്നു. അതിന് മഹല്ല് സംവിധാനത്തിനെ സംഘടനാവൽക്കരിച്ചില്ല നിങ്ങൾ. അതുകൊണ്ടാണ് സംഗതി നടക്കാത്തത്. ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റിയ ത്രാണിയുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർക്കാൻ അലക്കലല്ല യൂട്യൂബിൽ വന്നിട്ട് ഉളുപ്പില്ലാതെ. വലിയ മൂല്യന്മാരെയാണ് ഈ ഉമറാക്കൾ എന്ന് പറഞ്ഞിട്ട്. ഈ ഉമറാക്കളിപ്പോൾ ഇയാളെ അടുത്തൊരു വീഡിയോ ചെയ്തു, യാസറിൻ്റെ മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് ഉമറാക്കാരെ മറ്റേ ഉമറാക്കൾ ഇനി അത് സ്ഥാപിക്കാൻ ഇന്ന ഉമറാക്കളുണ്ട്, ഇനി അവരെ പേര് പറഞ്ഞു ഇത് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു മോശത്തിലാണ് ആൾക്കാർക്ക്. അതൊക്കെ അവിടെ പറയേണ്ട കാര്യങ്ങൾ ഈ ലോകരെ അറിയിച്ചത് എന്തിനാണിത്? എന്താ ആവശ്യമുള്ളത്? ഇവിടെ കേരളത്തിൽ ഈ ദാറുന്നജാത്തിൻ്റെ പരസ്യം കൊടുക്കൽ ഇങ്ങനെയാണോ? നന്മ ചെയ്ത് അല്ലാതെയും ആൾക്കാരുടെ ഇടയിൽ ആളാകും. ചിലർ തുണി വെച്ചിട്ട് നടന്നാൽ, അങ്ങാടി കൂടെ തുണി വെച്ചിട്ട് നടന്നാൽ എല്ലാവരും ഫോട്ടം വരുന്ന എത്തിയാണ്ട് ഇത്രക്കും ഈ മോശപ്പെട്ടവങ്ങളൊക്കെ ആ മഹല്ലുകാർ ഇത്രക്കും മോശമുള്ള ആൾക്കാരാണോ? ഞാൻ മനസ്സിലാക്കുന്ന ഇത്ര മോശമുള്ള ആൾക്കാരല്ല. എന്നാലും ഇങ്ങനത്തെ ചില ആൾക്കാർ, ഈ ചോട്ടകൾ, ഇങ്ങനത്തെ ആൾക്കാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ തേജോവധി തെറി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് ഇവിടെ ചോദ്യം ചെയ്യുന്നൊരു കാലത്ത് അല്ലാത്ത എത്ര വിഷയങ്ങളുണ്ട് പറയാൻ. ഈ തോന്നിയാസം മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കുറ്റം ഈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ ചത്തു പോണ്ടേ? ജീവൻ പോണ്ട് വന്ന് ദുന്യാവെന്ന് മരിച്ചു പോണ്ടേ? എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? എന്ത് വീഡിയോ തുറന്നാൽ അപ്പം തന്നെ ദാറുന്നജാത്ത് അവിടെ പണ്ഡിതന്മാരെ പറയാം, തെറി പറയാം. ഒരു കാലത്ത് ഉണ്ടായിന് അങ്ങനെ ഇക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അടിപൊളിയും മദ്രസ് 2 ആക്കലും 3 ആക്കലും ഒക്കെ. ഇപ്പം ഇതിൻ്റെ പേരിൽ എന്നപോലെ ലീഗ് സംസ്ഥാനത്ത് വേറെ, ഇതൊക്കെ ഒന്നെ ആൾക്കാർ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ തന്നെ മഹല്ല് സംവിധാനത്തിനെ നോക്കി കുത്തിയാക്കിയിട്ടാണ് ഇത് സംഗതിയെ. അപ്പോൾ കുറച്ചൊക്കെ ഒരു ബോധം, നമ്മളൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ ഇതൊക്കെ ഈ പറയുന്ന ആൾക്കാർ. ഇപ്പം മരിച്ചു പോയ ആളുകളൊക്കെ പറഞ്ഞാലും ഈബത്ത് പറഞ്ഞാലും പൊരുത്തപ്പെടില്ലല്ലോ ആരും. എന്നപോലെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് തന്നെ നമ്മൾ പൊരുത്തപ്പെടിക്കാൻ നമുക്ക് ഇനി എവിടെ അവസരം? നാളെ നേരം വെളുത്താൽ നമ്മളെ കാറ്റാണ്ട് പോകില്ല. അപ്പോൾ കാറ്റ് പോയാലും പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? ഈ പറഞ്ഞൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുക? അതിവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന ആൾക്കാർ നേതാവായി ചമയണി ഉമറാന്നൊക്കെ പറയുന്ന ഈ ചങ്ങായിയൊക്കെ എന്താണ് ഇവിടെ ക്യാമനാൾ വരെ ഇങ്ങനെ യൂട്യൂബുള്ള കാലത്തോളം നാളെ മറ്റന്നാളോ കാറ്റാകുമ്പോൾ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചിന്ത വേണ്ടേ? തലയിൽ കുറേ പൈസയും പ്രതാപം ഉണ്ടായിട്ടൊരു കാര്യമില്ല. തലയിൽ മണ്ടയിൽ എന്തെങ്കിലും വേണം, മോണൻ്റെ ഉള്ളിൽ മണ്ടയിൽ. മനുഷ്യന്മാരങ്ങോട്ടും ഇങ്ങോട്ട് തെറി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലെങ്കിൽ ഒരു ജാതിക്കാരല്ലേ, വേറെ ജാതിക്കാരും കൂടിയല്ല, വേറെ ജാതിക്കാരെ പറയണമെന്നല്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെ സമ്പത്ത് ജമാഅത്ത് എന്ന് മുമ്പാരോ പറഞ്ഞതുപോലെ എന്താണ് ഇറ്റങ്ങൾക്ക് പറ്റിയത്? നല്ലതായാലും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി. ഇപ്പം ഇങ്ങനത്തെ സാഹചര്യമൊക്കെ എന്താ? മുമ്പ് ചോദിച്ചില്ല, തല ഉണ്ടായിട്ടല്ലോടോ തലകെട്ടിനെ പറ്റി തീരുമാനിക്കൽ. ആ കാലത്തെ നമ്മൾ ജീവിക്കണത്. നിങ്ങൾ ആലോചിക്കണേ, പലസ്തീനിൽ കുറേ കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഇവിടെ വെള്ളം കിട്ടാതെ അവരൊക്കെ കൊന്നു കൊടുക്കുക. പെട്ടെന്ന് തീമായ വർഷിപ്പിക്കുകയാണ് പോകുമ്പോട്ടാണ് ഇങ്ങനെ കത്തിക്കരിയണ ഈ സമയത്ത്. നിങ്ങളെ മഹല്ലിലെ സംവിധാനം നിങ്ങൾക്ക് തീർക്കാൻ കഴിയില്ലെങ്കിലാണ് ആ വെറുതെ അത് ജനങ്ങളെല്ലാവരെയും അറിയിച്ചണോ?
നോളാടായിക്കാണ്ട് എന്ത് ഉൾപ്പില്ലാത്ത പണി ഞങ്ങൾ ചെയ്യണത്. സോഷ്യൽ മീഡിയയിൽ എന്തും പറയാൻ എത്തിയാണ്ട് നിൽക്കുക. എല്ലാവരും ആരെ പറ്റി എന്തും പറയാൻ പറ്റണതാണ് എഴുതിയിട്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ല. ഇത് നാനാ ജാതി ജനങ്ങളും കാണുന്നുണ്ടേ. ഇതിനൊക്കെ ഇങ്ങനത്തെവർക്കൊന്നും ഈ ശരിക്കും എന്ത് ചെയ്യണം, ഈ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ആ മഹലിലുള്ള ആൾക്കാർ ഇവരെ ഈ ആൾക്കാരെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് എന്താണ് താറടിച്ച് ഒന്നല്ലാതാക്കി വിടണം. അതെനിക്ക് പറയാനുള്ളത്. മരിച്ചു പോയാലും മറ്റോലും അയാൾ ഇതിനുണ്ടേനി ഇയാളുണ്ടേനി പിന്നെ അയാൾ തരികിട നടത്തി ഇയാൾ തരികിട എന്ത് തരികിട നടത്തിയെന്നായി പറയണത്. എന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞുകൂടെ അമീത് വൈസ് ഇത്രയും പൈസ എടുത്തിരുന്നതാ, അതിന് തെളിവ് പറഞ്ഞാൽ ആ തെളിവിൻ്റെ അല്ലെങ്കിൽ അമീത് വൈസിൻ്റെ മകൾ എടുത്തത് കാരണം തെളിവാണ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ നിങ്ങളെ മല്ലിലല്ലേ തീർക്കേണ്ടത്. ഇത് ജനങ്ങളോട് ഒന്നായിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം, വലിയ വലിയ പണ്ഡിതന്മാരെ തേജോപനം ചെയ്തുകൊണ്ട് നാലണക്കില്ലാതാക്കുന്ന ഒരു വിഷയം ഇങ്ങനെ ദീനോട് പൊളിന്ന് അറിയണത്. പിന്നെ നിങ്ങൾ ഇവരൊക്കെ ഇതിൽ നിന്നാണ് മാറി നിന്ന് എല്ലാ പണ്ഡിതന്മാരും എന്നപോലെ ഈ രാഷ്ട്രീയത്തിൽ കയറിയാണ്ട് സമസ്തൻ്റെ ആൾക്കാരൊക്കെ എന്താണ് നിങ്ങൾക്ക് അടുത്ത് ഒഴിവാക്കി തന്ന് രാഷ്ട്രീയക്കാർക്ക്. എന്നാൽ പിന്നെ ദീന് ഇവിടെ ഒന്നും അല്ലാതായില്ലേ. ഉലമാവും ഉമറാവും യോജിക്കുമ്പോഴാണ് ദീനായിട്ട് നീങ്ങുക. അതിന് ഉമറാക്കൾ വിചാരിക്കുകയാണ് ഞങ്ങളാണ് ഇവരെ നിയന്ത്രിക്കേണ്ടതെന്ന്. ഉമറാക്കളെ നിയന്ത്രിച്ച് പോരണം. അത് ഇതുവരെ ഉണ്ടായത്. ഉലമാക്കളാണ് ഉമറാക്കളെ നിയന്ത്രിക്കേണ്ടത്. അല്ല ഉമറാക്കൾ ഉലമാക്കളെ നിയന്ത്രിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്ത് അടയാളമെന്ന റസൂൽ പഠിപ്പിച്ചത്. എന്നതുപോലെ സൂക്ഷിപ്പ് സ്വത്ത്, അമാനത്ത് സ്വത്ത്, അത് അനന്തര സ്വത്ത് പോലെ ഉപയോഗിക്കുന്ന കാലം വന്നാൽ തീക്കാറ്റിനെ പ്രതീക്ഷിച്ചുള്ളി എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ഇതൊന്നും അറിയാത്തവരല്ല ഈ നോളകളൊക്കെ, ഈ ചെറ്റകളൊന്നും അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഈ ഉമറാണെന്ന് പറഞ്ഞാണ്ട് വലിയ വലിയ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാണ്ട് 1 10 പൈസക്ക് ഇല്ലാതാക്കണ ചെറ്റകൾ. ഇവർക്കൊക്കെ എന്താണ് മരിച്ചു പോകേണ്ടതെന്നുള്ള എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെയും ഇതൊന്നും പറഞ്ഞ് തൊള്ളിനാട് പിട്ട വാക്കുകൾ പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇവർക്കൊന്നാണ് ഈ യൂട്യൂബിൽ ഇങ്ങനത്തെ അതിനൊരു മറുപടി അതിനൊരു ഇവർക്കെന്താണ് ഇതിൽ യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകും. നമ്മൾക്കൊന്നും ആ ഇതില്ലല്ലോ. നമ്മൾ തുറന്നു നോക്കുമ്പോൾ എൻ്റെയൊക്കെ അവസ്ഥ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരു കാര്യം നല്ല ആൾക്കാർ പഠിച്ചാൽ അതിൻ്റെ നമ്മൾ മരിച്ചാലോട് ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു സ്വഭാവം നമ്മളെ ഖബറിലേക്ക് എത്തുന്നുള്ള ആൾക്കാർ. ഇതുവരെ അങ്ങനെയല്ല. എങ്ങനെ എന്ത് നുണയുന്നത് പുരാദ്യം പറഞ്ഞിട്ട് ഇതിൽ ഈ കിട്ടുന്ന ചെറിയ കാശുണ്ടെങ്കിൽ അത് തിന്നാണ്ട് വയറ് ഉറപ്പിക്കുക എന്നുള്ള ആ ചിന്താഗതിയിൽ എടുക്കുന്ന ആൾക്കാരത്. ഉളുപ്പ് എന്ന് പറയുന്ന 3 അക്ഷരം ഇവർക്കില്ല. ഉളുപ്പ് എന്ന് പറഞ്ഞതിന് മുമ്പ് അതില്ല. ഉണ്ടെങ്കിലും ഇങ്ങനെ പറയില്ല. കാരണം എന്താണ്, പണ്ഡിതന്മാരെ ഇറച്ചിയാണ്, വിഷമാണ്, തിന്നരുത്, അറിയാതെ പറഞ്ഞാലും ചത്തുപോകും, നഞ്ഞാണെന്ന് പറഞ്ഞിട്ട് തിരിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കോന്തന്മാരുണ്ടെങ്കിൽ എന്താ അവരെ പറ്റി പറയാം, തനിച്ച ചെറ്റകളെന്നല്ലാതെ. ഇവരൊക്കെ കുറച്ച് സ്വത്തും വലിയ പള്ളിൻ്റെ ആണ്ട് മനുഷ്യനായി മാറില്ല. കുറച്ച് സ്വത്ത് പൈസ കുറച്ചുണ്ടെങ്കിൽ അത് മരിച്ചാൽ ഞങ്ങൾ കാറ്റ് പോയാൽ ഈ പറഞ്ഞ ആൾക്കാരോട് പൊരുത്തപ്പെടിക്കാൻ കഴിയുമോ? നമ്മൾ വലിയ പള്ളം ഉണ്ടല്ലോ, വലിയ പള്ളിയും കുറച്ച് തടിയും തണ്ടും കൊണ്ട് എത്തിയാണ്ട് നമ്മൾ മനുഷ്യനാകൂല. നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മളെ ഖബർക്കാണ്ട് വെച്ചാൽ പിന്നെ അവസ്ഥ എല്ലാവരെയും അവസ്ഥ ഒന്നാ. കുറേ തണ്ടും തടിയുള്ളവനും സാധുക്കളും എല്ലാവരും ഒരുപോലെ. അതിൻ്റെ അടുത്ത് നല്ല കാര്യം, നിങ്ങളുടെ നാട്ടിൽ കഴിവില്ലാത്ത ആൾക്കാരെ കുട്ടികളുണ്ടെങ്കിൽ കെട്ടിക്കാത്തവരുണ്ടെങ്കിൽ കെട്ടിക്കാൻ വേണ്ടി സാധനം ചെയ്ത് കൊടുക്കുക. പട്ടിണി കിടക്കണ അരി വാങ്ങാൻ കഴിവില്ലാത്തവർ എത്ര ഉണ്ടാവുക, കരുവാർക്കുണ്ട് ആ ഭാഗത്തൊക്കെ. അവരൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇത് ഈ മറ്റോലെ ഈ പച്ച തെറി ഒരാളെ എന്താ പിന്നെ പറയാം, എനിക്ക് പിന്നെ തൊള്ളോട് പറയാൻ കിട്ടുന്നില്ല. അത്രയ്ക്ക് മോശമാക്കി ഇത്ര പണ്ഡിതന്മാർ അമീത് വൈസിനെ പോലത്തെ മറ്റുള്ള അലിമികളൊക്കെ തെറി പറയുങ്ങളൊക്കെ ആരാ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ പൊരുത്ത് പിടിച്ചിട്ട് എന്നാൽ ആ മുറിവ് കൂടില്ല. വാളുകൊണ്ടുള്ള മുറിവ് കൂടും, നാവുകൊണ്ടുള്ള മുറിവ് കൂടുതൽ, അത് മുറിവായിട്ട് തന്നെ കിടക്കും. ഉണങ്ങിയാലും ആ മുറിവിൻ്റെ പാടോടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇത്തരം വീഡിയോകൾ ചെയ്യുന്നവരെ ഇനിയെങ്കിലും നിലക്ക് നിർത്തണം എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.